ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണല്ലോ. ഇന്ന് ഞങ്ങള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടിയാണ് കേട്ടോ അവിടെ തയ്യാറാക്കണത്. അപ്പൊ അതിനായിട്ട് ഇഡലിക്കുള്ള മാവ് ഇന്നലെ ആട്ടിയിട്ടത് രാവിലെ ചുടാൻ തുടങ്ങുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് ഓർത്ത കാര്യം, ഇഡലിയുടെ വീഡിയോ ഒക്കെ ഫുൾ ആയിട്ടുള്ളത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് നേരത്തെ, എങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് കരുതി ചെയ്യുവാണ് കേട്ടോ. അപ്പൊ അതെ മാവ് ഇഡലി തട്ടിലേക്ക് കോരി ഒഴിക്കുവാണ്. ഇഡലി തട്ടിൽ കോരി ഒഴിക്കുന്നതിന് മുമ്പ് തട്ടിൽ എപ്പോഴും സ്വല്പം ഓയിൽ തൂക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ വിട്ടുപോരാൻ. ഇത് ഞാൻ ഒരു ട്രിപ്പ് ഇഡലി ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ കഴുകിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അത് കോരി എടുത്തപ്പോഴാണ് ഇച്ചിരി ഇതിലേക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്നത്. പിന്നെ അത് കഴുകേണ്ട കാര്യമില്ല, അടുത്ത ട്രിപ്പ് കോരി ഒഴിക്കണതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിലേക്ക് മാവിരിക്കണത്. അപ്പം ജസ്റ്റ് കോരി ഒഴിക്കണ്ടേ, മുക്കാൽ ഭാഗമായിട്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ പൊന്തി വരുമ്പോൾ പുറത്തേക്ക് ഒത്തിരി കവർ ചെയ്ത് പോകും, അതൊരു സുഖയില്ല. ഞാനതുകൊണ്ട് മുക്കാൽ ഭാഗമായിട്ട് വെക്കുകയുള്ളൂ എപ്പോഴും. ഞാൻ സാധാരണ ഇഡലി ചുടുന്നത് കുക്കറിലല്ല കേട്ടോ, ഇഡലി കുക്കറിലും അല്ല, അപ്പച്ചെമ്പിൽ വെച്ചാട്ടോ പുഴുങ്ങിയെടുക്കണത് എൻ്റെ മെത്തേഡ്. അപ്പം ഇത് നമുക്ക് ജസ്റ്റ് അപ്പച്ചെമ്പിൻ്റെ തട്ടിലേക്ക് വെക്കാം. അപ്പച്ചെമ്പിൻ്റെ അടിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലുള്ള തട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇതിറക്കി വെച്ചു. ഇനി അടുത്ത ട്രിപ്പ് ഇങ്ങടെ ഇതുപോലെ മാവ് കോരി ഒഴിച്ചിട്ട് 2 തട്ട് വെക്കാനുള്ള സ്പേസ് അതിലുണ്ട്. 2 തട്ടിൻ്റെ അപ്പച്ചെമ്പാണ് നമ്മുടെ. ഇത് മുക്കാലും ഇങ്ങനെ മാവ് കോരി ഒഴിക്കും. ഇതിലിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു ട്രിപ്പ് ഇതേ ചുട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അരികിലൊക്കെ ഇച്ചിരി മാവ് പിടിച്ചിരിക്കുന്നതാണ്. സെക്കൻഡ് ട്രിപ്പാണ് അപ്പോൾ ഇത് വേവിക്കാൻ വയ്ക്കുന്നത്. ഇത് ഇതിലേക്ക് വെക്കുക. ഇതുപോലെ മുക്കാൽ ഭാഗം വട്ടയപ്പൊക്കെ പുഴുങ്ങും പോലെ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുറത്തേക്കല്ല ഇങ്ങനെ ആയിട്ട് പോരും. ഇനി നമുക്ക് മൂടി വെക്കാം. ജസ്റ്റ് ഒരു 8 മിനിറ്റ് കഷ്ടി മതിയാവോളം, നേരത്തേക്കും വേവും. ഇഡലിയുടെ കൂടെ ഇത് എന്താ നോക്കിക്കേ, ഉള്ളി സാമ്പാറാണോ? സാമ്പാറാ. ചുവന്നുള്ളി അല്ല, സവോള ഉള്ളി. ചുവന്നുള്ളി ഇപ്പൊ മുതലാവൂല, റേറ്റേ. ഇപ്പൊ സവോള, ഒരു പീസ് മത്തങ്ങ, പിന്നെ ടൊമാറ്റോ, പിന്നെ പരിപ്പ്, കായ, ഉലുവ, അങ്ങനെയൊക്കെയുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് ഉണ്ടാക്കണതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണേ. പിന്നെ ഉണ്ടല്ലോ വേറെ, ഇത് തക്കാളി ചട്നി. അതെ, അടിപൊളി. അതിന്റെ ജസ്റ്റ് ഇളക്കിക്ക് വേണമെങ്കിൽ ഇളക്കി കാണിക്കാം. ഇതിൽ ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ചേർക്കാനുണ്ട് കേട്ടോ. പച്ചവെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നമുക്ക് കാണിക്കാം. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ടാണ് നമ്മൾ തക്കാളി ചട്നി ഉണ്ടാക്കി വെച്ചത്. അപ്പൊ വേഗം പോയിട്ട് നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം. ഇഡലിക്ക്, രാവിലത്തെ ഇഡലിക്ക് വേണ്ടി ഒരു ടൊമാറ്റോ ചട്നി തയ്യാറാക്കുക. അപ്പൊ തവയിൽ ഒരു സ്വല്പം വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കുക. കുറച്ചിപ്പം ഒഴിച്ചാൽ മതി. എന്താന്ന് വെച്ചാൽ ചട്നി ഉണ്ടാക്കി വെച്ച് നമ്മൾ ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ചേർത്ത് യൂസ് ചെയ്യണത്. അത് കാരണം തൽക്കാലം ജസ്റ്റ് തവയിലൊരു ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം ഇച്ചിരി വെളിച്ചെണ്ണ. അതങ്ങ് പരന്നോളൂ കേട്ടോ, തന്നെ അങ്ങ് പരന്നോളൂ. അതിലേക്ക് ഞാൻ 2 ടൊമാറ്റോ കേട്ടോ കട്ട് ചെയ്തത്, ഒരു സവോള ഉള്ളി കട്ട് ചെയ്തത്, വറ്റൽ മുളക് ഒരു 3 എണ്ണം, എരിവധികം വേണ്ട നമുക്ക് അതുകൊണ്ട്, പിന്നെ ഒരു തരി ഉഴുന്ന പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ഇഡലിക്കൊക്കെ ഉപയോഗിക്കുന്ന ഉഴുന്ന, അതൊരു സ്വല്പം ഒരു പിഞ്ച്. അതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ ചമ്മന്തിയിൽ കടുകടുന്നൊന്ന് കടിക്കണം, നല്ലതല്ലേ. എന്നിട്ട് ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റണം കേട്ടോ. വഴറ്റി കഴിഞ്ഞിട്ട് ചൂടാറിയേച്ച് നമുക്ക് ഉപ്പും ചേർത്ത് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്വല്പം പച്ചവെളിച്ചെണ്ണ പരത്തണം. പച്ചവെളിച്ചെണ്ണ കൂടെ ചേർത്തേച്ച് അത് ഉപയോഗിക്കണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. മുളക് പൊടി ചേർക്കണ്ടല്ലോ, വേണ്ട. ഈ വറ്റൽമുളകുണ്ട്, അത് മതി. പച്ചമുളക് ചേർത്താലും ഭയങ്കര എരിവാണ്. ഇവിടെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ ചമ്മന്തികൾക്കൊക്കെ എരിവ് വന്നു കഴിഞ്ഞാൽ ഇഞ്ചി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിഞ്ചി ഇഞ്ചി ചെറുതായിട്ട് നുറുക്കി ഇതിൽ ചേർത്തിട്ടുണ്ട് അരയ്ക്കാനായിട്ട്. അപ്പോൾ എരിവ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും എരിവാണ്. വറ്റൽമുളകിന് എരിവുള്ള വറ്റൽമുളകാണ് പോരെങ്കിൽ ഇട്ടേക്കണത്. അപ്പം ഈ എരിവും മതി നമുക്ക് കേട്ടോ. ഇപ്പം നമുക്കൊരു തക്കാളി ചട്നി, പിന്നെ ഒരു സാമ്പാറും ഇഡലിക്ക് ഉണ്ടാക്കി കളയാം അല്ലേ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് മതി, അത് 2 പോരെ, മതി. ഞാൻ ആദ്യം ഓർത്ത തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാമെന്ന്. പിന്നെ തേങ്ങാ ചമ്മന്തി എപ്പോഴും കോമൺ അല്ലേ, അത് കാരണം ഞാൻ ഓർത്ത്. പിന്നെ തക്കാളി ചമ്മന്തി ആവുമ്പോൾ നിനക്കും താല്പര്യമാണ്, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാമെന്ന് കരുതിയത്. ഇതുണ്ടായത് നമുക്ക് ഇത്രയും വാടിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ബർണറിൽ മാറ്റി അടുത്ത ബർണറിലേക്ക് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പൊ നമുക്ക് ധൃതി കൂട്ടുണ്ടാത്തത് കൊണ്ട്, അരയ്ക്കാൻ ധൃതി വെക്കണ്ടാത്തത് കൊണ്ട് തവേന്ന് മാറ്റണ്ട. അപ്പൊ അതൊക്കെ ചൂടാറി കഴിഞ്ഞിട്ട് അരച്ചെടുത്താൽ മതി. അരയ്ക്കുമ്പോ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് അരയ്ക്കണം. കുറച്ച് വേപ്പിലയും ചേർക്കണം. മൂടി വെക്കട്ടെ എന്നാ, മൂടി വെച്ചു.
അരയ്ക്കാൻ നേരത്ത് കാണിക്കാം. കാണാം. ടൊമാറ്റോ ഇത് വഴറ്റിയത് ശരിക്കും തണുത്തു. ഇനി നമുക്ക് പതുക്കെ അരച്ചെടുക്കാം കേട്ടോ. സ്വല്പം വെള്ളം ചേർക്കണം കേട്ടോ അരയ്ക്കാൻ. പൊടിക്ക് ചേർത്താൽ മതി. ടൊമാറ്റോയിലും സവോളയിലും ഒക്കെ വെള്ളം മയം ഉണ്ടല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. സ്വല്പം ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ചാലിച്ച് നമുക്ക് ഇഡലിയുടെ കൂടെ കഴിക്കാം. കടുക് പൊട്ടിക്കണ്ടേ? ഇതിന് കടുക് പൊട്ടിക്കൂല. അതല്ലേ പച്ച വെളിച്ചെണ്ണ ചേർക്കൂന്ന് പറഞ്ഞ്. അരച്ചെടുക്കട്ടെ എന്നാ. നമ്മൾ ടൊമാറ്റോ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അതിൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞു ഓൾറെഡി, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഒരു സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ. അതേ കാണിച്ചു തരാം എങ്ങനെയാണതേ. കഴിക്കുന്നതിന് മുമ്പാണ് ഞാനത് ചേർക്കാറ്. അതിപ്പോ ചേർത്ത് വെച്ചാലും ഇച്ചിരി കൂടിപ്പോയി. അതിപ്പോ ചേർത്ത് വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ പക്ഷെ ജസ്റ്റ് കുറച്ച് മതി. അല്ലെങ്കിൽ എന്നാന്നോ വെളിച്ചെണ്ണയുടെ കുട്ടലാവും. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇതിങ്ങനെ ചേർക്കണത് ടൊമാറ്റോയുടെയും പച്ചമുളകൊക്കെ ചേർത്തിട്ടില്ലേ, ഇഞ്ചിയൊക്കെ, അതിൻ്റെയൊക്കെ എരിവൊന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടി ചേർക്കണം പച്ച വെളിച്ചെണ്ണ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും വരും. ഇനിയിപ്പോൾ നമുക്ക് കഴിച്ചാലോ? കഴിക്കാം. അങ്ങനെ സാമ്പാർ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇഡലി റെഡിയായി. പൂ പോലത്തെ ഇഡലി റെഡിയായി. ജസ്റ്റ് അതിന്റെ സോഫ്റ്റ്നെസ് ഒന്ന് കാണിക്കാം. അടിപൊളി. നമുക്ക് കഴിക്കുമ്പോ കാണാം. നല്ല ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ് അത് പിന്നെ നല്ല രസമായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. പാകം പുളിപ്പാണ്. ഇഡലി ഉണ്ടാക്കുന്നതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്യണേ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇഡലിയാണ്. നല്ല പൂ പോലത്തെ ഇഡലിയാണ്. ഇനി വേഗം നമുക്ക് കഴിക്കാം. സാമ്പാർ അപ്പം റെഡി ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. തക്കാളി ചട്നി റെഡിയാണ്. ഇനി കഴിക്കാൻ പോവാം അല്ലേ? അതെ. നമ്മൾ ബ്രൂ കോഫിക്കുള്ള പാല് തെറ്റകന്ന് വരണം. തിളച്ച് ഓഫ് ചെയ്ത് വെച്ചത് ഞാൻ കപ്പിലേക്ക് നോക്കി. പാലെടുത്ത കപ്പിലേക്ക് ഇതേ ഒരു കൂമ്പനെ ബ്രൂ കോഫി പൗഡർ. പിന്നെ ഷുഗർ ഞാൻ ഇതില് വടിച്ചിട്ടിട്ടുണ്ട് കപ്പിലേക്ക്. രണ്ട് സ്പൂൺ വടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ തിളച്ച് പൊങ്ങി വന്ന പാല് ഇതിലേക്ക് അടിക്കുന്നേ. മാറ്റിക്കോ. ഓ നല്ല തിളച്ചിരിക്കണം. ഇനി ചെയ്യണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രീതി ഇതുകൊണ്ട് ഷുഗർ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കും. ഈ അടിച്ച് മിക്സ് ആക്കി കഴിഞ്ഞാൽ അപ്പം എപ്പോഴും പറയും ചൂടാറിപ്പോയി. അത് കഴിഞ്ഞിട്ട് കപ്പിലേക്ക് ഒഴിക്കുമ്പോൾ ഒന്ന് അടിക്കും. അത് കാണിക്കാം. കപ്പിലേക്ക് ഒഴിക്കാം, കഴിക്കാനുള്ള കപ്പിലേക്ക്. ഇവിടെ നല്ല സ്ട്രോങ് കോഫിയാ. അത് ഞാൻ പതുക്കെ അടിക്കണം, അല്ലെങ്കിൽ ചൂടാറിയെന്ന് പറയുന്നേ. ഞാൻ എന്റെ കാപ്പിക്ക് നല്ല അടിച്ചങ്ങ് തെറിപ്പിക്കും. കാപ്പി ഒരു സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇളക്കി എടുത്തോളും മോനെ. അങ്ങനെ ഇവിടെ പതിവ് ബ്രൂ കോഫി. ഇന്ന് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറുമാണ്. ടൊമാറ്റോ ചട്നി. അത് കൂടാതെ ടൊമാറ്റോ ചട്നിയും ഉണ്ട്. ആദ്യം ഇഡ്ഡലിയും സാമ്പാറുമായിട്ടാണുള്ള കോമ്പിനേഷൻ. എനിക്ക് ഇഡ്ഡലിയും സാമ്പാറുമാണ് ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ. ഇനി സാമ്പാർ ഒഴിക്കും. ഇഡ്ഡലി ആദ്യം ഇട്ടു, അതിലേക്ക് സാമ്പാർ ഒഴിക്കുന്നു. കുഴിയുള്ള പാത്രത്തിൽ. അപ്പൊ അതാവുമ്പോ എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും. അതെ, സാമ്പാറിൽ കുളിച്ച ഇഡ്ഡലി. അതെ. അപ്പൊ അത് വളരെ രുചികരമാണ്. ഇങ്ങനെ സാമ്പാറിൽ കുളിച്ച് കിടക്കുന്ന ഇഡ്ഡലി കോരി തിന്നുന്നതിനാണ് ഏറ്റവും കൂടുതൽ രസകരം. ടേസ്റ്റും രസകരവുമാണത്. വളരെ നല്ല ഇഡ്ഡലിയാണ്, നല്ല സാമ്പാറാണ്. ഇഡ്ഡലിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയുടെ ചേരുവയില്ലാതെ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇഡ്ഡലിയും സാമ്പാറും ലോക നിലവാരത്തിൽ തന്നെ വളരെയേറെ പ്രശസ്തമാണ്. അപ്പോൾ ഒരു നല്ല കോമ്പിനേഷൻ കൂടിയാണ്. ഇഡ്ഡലിയുടെ കൂടെ നമ്മുടെ ടൊമാറ്റോ ചട്നിയും ഉണ്ട്. അതും ഈക്വലി വളരെ നല്ല കോമ്പിനേഷനാണ്. പക്ഷേ ഈ സാമ്പാറിൽ കുളിച്ച് കിടക്കുന്ന ഇഡ്ഡലിയെ കഴിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അപ്പോൾ അത് കഴിക്കുന്ന രീതിയും കാണിക്കുന്നുണ്ട്.
ചിലരൊക്കെ ചോദിക്കാറുണ്ട് കൈ കൊണ്ട് എന്താ കഴിക്കാത്തതെന്ന്. കൈ കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും കഴിക്കാറുണ്ട്. പിന്നെ സ്പൂൺ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സ്പൂൺ കൊണ്ടും നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ കൈ കൊണ്ട് കഴിക്കുന്നത് സ്പെഷ്യലായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ എടുത്തതാട്ടോ. അപ്പോൾ ചൂടിഡലി ഞാൻ കൊണ്ടുപോയി വെക്കണതാ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് ഇഡലി. ഇഡലിയും തക്കാളി ചട്നി എടുത്തതില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് എടുക്കാൻ പോണു. ചൂടിഡലി കൊണ്ടുപോയി വെക്കണതാ. തക്കാളി ചട്നി നല്ലതാണ്. പക്ഷെ സാമ്പാറാവുമ്പോൾ നമുക്ക് അവനെ കംപ്ലീറ്റ് ഇഡലിയെ ഒന്ന് കുളിപ്പിക്കാം. തേങ്ങാ ചട്നി നല്ലതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞ് സിമ്പിൾ വ്ളോഗായിരുന്നു അല്ലേ. ചിലരൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് എന്താണ് കഴിക്കാറ്, എന്താണ് ഉണ്ടാക്കാറെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇഡലി സാമ്പാർ ചട്നിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു കുഞ്ഞു വ്ളോഗാക്കി അതങ്ങ് മാറ്റാമെന്ന്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം 1 ലൈക്കൊക്കെ അടിക്കണ്ടേ. അപ്പോൾ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണും വരേക്കും ബൈ ബൈ.